നമസ്കാരം. ഭരതത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമ്മൾ ഓണമെന്ന് കേൾക്കുമ്പോൾ ഓരോ മലയാളികളുടെയും മനസ്സിൽ ആദ്യം എത്തുന്ന ഒരു പേര് മഹാബലിയുടേതാണ്. നീതിമാനായ മഹാബലിയെ എന്തിനായിരിക്കും വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയത്? ഈ കഥ നൽകുന്ന ആന്തരികമായ സന്ദേശം എന്താണ്? ഈ വിഷയത്തെക്കുറിച്ച് ഗുരുജിയോട് ചോദിക്കാം. നമസ്തേ ഗുരുജി. നമസ്തേ. ഓണം എന്ന് കേൾക്കുമ്പോൾ എല്ലാ മലയാളികളുടെയും മനസ്സിൽ വരുന്നത് മാവേലിയാണ്. ശരിക്കും ഈ മാവേലിയുടെ ഒരു കഥ തന്നെ ഒരു അനീതിയല്ലേ? ഇത്രയും ഒരു ദാനധർമ്മിഷ്ഠനായ നീതിമാനായ ഒരു രാജാവിനെ ഇങ്ങനെ പാതാളത്തിലോട്ട് വാമനൻ ചവിട്ടി താഴ്ത്തി, അതിന് പിന്നിലുള്ള ആന്തരികമായ ഒരു ശാസ്ത്രം എന്താണ്? എല്ലാവർക്കും ഓണാശംസകൾ. ഇപ്പോൾ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു പ്രഹേളികയാണ് നമ്മുടെ ഓണ ആഘോഷം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഭാരതത്തിൽ വിശിഷ്യ കേരളത്തിൽ ഏതൊരു കഥയും ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് അത് ചരിത്രപരമോ അല്ലെന്നുണ്ടെങ്കിൽ സാങ്കല്പികമോ ആത്മീയമോ ഏത് രീതിയിലായാലും കഥ അവതരിപ്പിക്കുന്നത് ഒരു കാര്യം പറയാനാണ്. അപ്പോൾ കഥയ്ക്കുള്ളിലെ കാര്യത്തെ മനസ്സിലാക്കിയില്ലെങ്കിൽ അത് ഈ കുങ്കുമം ചുമക്കുന്ന കഴുത എന്നുള്ള രീതിയിൽ നമ്മുടെ ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കഥ മാത്രം കേട്ടാൽ അതിൻ്റെ ആ ഒരു വ്യാപ്തി നമുക്ക് മനസ്സിലാകാതിരിക്കുകയും അത് നമുക്കൊരു ഭാരമായി മാറുകയും ചെയ്യും. അതിലൊന്നാണ് നമ്മുടെ ഓണവും. ഇപ്പോൾ പല രീതിയിലും അതിനെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളും ഒക്കെ വരുന്നുണ്ട്. സത്യത്തിൽ ഈ മഹാബലി എന്ന് പറയുന്ന ആ അർത്ഥം തന്നെ നോക്ക്. ആ വാക്കിൻ്റെ അർത്ഥം മഹാബലവാൻ. നാം ഓരോരുത്തരും ബലവാന്മാരല്ലേ പ്രകൃതിയിൽ? ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ ആൻഡ് മാക്രോ. അണോരണിയാൻ മഹതോ മഹിയാൻ. അതായത് നമ്മുടെ ഒരു അണു അല്ലെങ്കിൽ ഒരു കോശം സൃഷ്ടിച്ചിരിക്കുന്ന സൂക്ഷ്മ കണങ്ങൾ എത്രത്തോളം ചെറുതാണോ അത്രത്തോളം തന്നെ വലുതുമാണ്. അപ്പോൾ നമ്മുടെ മനസ്സിന് വഴങ്ങാത്ത ഒരു പ്രതിഭാസമാണ് ഈ പ്രപഞ്ചം. ബ്രഹ്മസത്യം, ജഗത് മിഥ്യ. ഈ കാണുന്ന ലോകം മിഥ്യയാണ്. അങ്ങനെയെങ്കിൽ ആഘോഷമോ ഈ ജീവിതമോ? നാരായണ ഗുരു ഇതൊരു നെടിയ കിനാവ് എന്നാണ് വിളിച്ചത്. നമ്മുടെ ഈ ജീവിതം എന്ന് പറഞ്ഞത് അല്പം നീണ്ട ഒരു സ്വപ്നമെന്നാണ് നാരായണ ഗുരു വിളിച്ചത്. ഇപ്പോൾ നമുക്ക് തോന്നും നമ്മളിങ്ങനെ ഉണർന്നിരിക്കുകയാണ്, രാത്രി ഉറങ്ങും. ഇതെല്ലാം ഒരു വലിയ കിനാവ് പോലെയാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്നങ്ങ് ഉണർന്നാൽ അതൊരു വലിയ ഉണർച്ചയാണ്. അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തന്നുരുവിലും ഒത്തുപുറത്തും ഉജ്ജ്വലിക്കും. ആ കരുവിന്, ആ കാരണത്തിന്, ആ സത്യവസ്തുവിലേക്കുള്ള അന്വേഷണമാണ് നമ്മുടെ ഭാരതത്തിലെ സർവ്വ കഥകളുടെയും സാരം. ഇവിടെ ഈ മഹാബലവാന്മാരെന്ന് പറയുന്ന നാം ഓരോരുത്തരും വലിയൊരു ഉറക്കത്തിലാണ്. അതായത് ഭൗതികമായ അന്ധതയിൽ, ഈ പ്രാപഞ്ചിക ബോധത്തിൽ നാം ഉറങ്ങുകയാണ്. അതുകൊണ്ടാണ് അതിനെ ആസുരൻ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഈ അന്ധതയിൽ നിന്ന് ഉണരണമെങ്കിൽ അത് ഈ ഒരു 10,000 ആതിഥേയർ വരുന്നത് പോലെയുള്ള ഒരു വെളിച്ചത്തിലേക്കുള്ള ഉണർവാണ്. അതാണ് സുരൻ. സുരൻ എന്ന് പറഞ്ഞാൽ ആരാ? ദേവൻ. ആ സുരൻ എന്ന് പറഞ്ഞാൽ ദൈവത്വം സിദ്ധിച്ചിട്ടില്ലാത്ത ഭൗതിക ജീവി. ഈ സുരന് വേറൊരു അർത്ഥമുണ്ട്. എന്താണെന്നറിയോ? കള്ളു കുടിച്ചവൻ എന്നാണ് നാടൻ ഭാഷയിൽ. കള്ളു കുടിച്ചെന്ന് പറഞ്ഞാൽ അമൃതപാനം നടന്നവൻ. അമൃതം എന്ന് പറഞ്ഞാൽ ആ മൃതം, മരണമില്ലാത്ത ഒരവസ്ഥ. മാറ്റർ ഈസ് സബ്ജക്റ്റ് ടു മ്യൂട്ടേഷൻ. എപ്പോഴും ഭൗതികത, മാറ്റർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, മ്യൂട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് യഥാർത്ഥത്തിൽ അസുരാവസ്ഥയാണ്, അവിദ്യ. നാരായണ ഗുരു പറഞ്ഞിരിക്കുന്ന പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്കൊരു 10,000 ആണ്ടൊരൽപ്പനേരം. പര എന്ന് പറഞ്ഞാൽ ഈ അമര വിദ്യ, പ്രപഞ്ചത്തിൻ്റെ ഭൗതികതയ്ക്കപ്പുറത്തേക്കുള്ള ആ ഊർജ തലത്തെയാണ് ശരിക്കും പര എന്ന് പറയുന്നത്. ആ പരയുടെ പാല്, അമൃത്, അറിവിൻ്റെ ആ ഒരു അനന്തത നുകർന്നവൻ സുരൻ.
അപ്പോൾ അമൃത് കുടിച്ചവൻ ഒരു മയക്കത്തിലാണ്. ശിവൻ്റെ കണ്ണ് പൂർണ്ണമായും തുറന്നിരിക്കുന്നു, പകുതി അടഞ്ഞിരിക്കുന്നു. പകുതി അടഞ്ഞു. അതിൻ്റെ അർത്ഥം അത് ഈ അമൃതപാനത്തിൽ ഇങ്ങനെ ആറാടി ആ ആത്മലഹരിയിൽ അമർന്നിരിക്കുന്ന സന്തോഷാവസ്ഥയാണ് സുരൻ എന്ന് വിളിക്കുന്നത്. അത് നേടിയിട്ടില്ലാത്തവൻ ആരാണ്? അസുരൻ. പിടികിട്ടുന്നുണ്ട്. നാം ഓരോരുത്തരും യഥാർത്ഥത്തിൽ അസുരനാണ്. എന്നാൽ നാം ശ്രമിക്കേണ്ടത് ആകാനാണ്? ആ സുരാവസ്ഥയിലേക്ക്, ദേവാവസ്ഥയിലേക്ക് നീങ്ങാനാണ്. ഈ ആഘോഷത്തിൻ്റെ പിന്നിലെ യഥാർത്ഥ അർത്ഥം ഈ അസുരാവസ്ഥയിൽ നിന്ന് സുരാവസ്ഥയിലേക്ക് നീങ്ങണം എന്നുള്ളതാണ്. അപ്പം എന്തുകൊണ്ടായിരിക്കും ഇത്രയും ഒരു നല്ല ഒരു ക്യാരക്ടറായിട്ട് മഹാബലി ചിത്രീകരിച്ചിട്ട് ഇങ്ങനെ ഒരു തെറ്റായ സന്ദേശമല്ലേ സമൂഹത്തിന് കൊടുക്കുന്നത്? അതായത് എത്ര നന്മ ചെയ്താലും അവസാനം ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവം ഉണ്ടാവും എന്നുള്ളൊരു സന്ദേശമല്ലേ ഇത് സമൂഹത്തിന് കൊടുക്കുന്നത്, ഈ ഒരു കഥ? അത് ദുരനുഭവമാണ്, ഇതൊരു ചീത്ത കഥയാണെന്ന് നമ്മെ പറഞ്ഞ് പഠിപ്പിച്ചതല്ലേ അറിവില്ലാത്തവർ. മഹാബലി എന്ന നാം, എനിക്ക് നല്ല ബലമുണ്ട്, ഒരു ദിവസം ഞാൻ മരിക്കില്ലേ? ഇല്ലേ? അതെൻ്റെ ദുഃഖമാണ്. എൻ്റെ ഭയത്തിൻ്റെ ഉറവിടം മരണത്തെക്കുറിച്ച്, നാശത്തെക്കുറിച്ചുള്ള എൻ്റെ ഓർമ്മയാണ്, അല്ലെങ്കിൽ എൻ്റെ അറിവാണ്. ആ അറിവ്, മരണത്തെക്കുറിച്ചുള്ള അറിവിനെ അതിലംഘിച്ച് മരണമില്ലാത്തവനായാൽ എനിക്ക് പിന്നെ ഭയമുണ്ടോ? ഇല്ല. അപ്പോൾ ഇത്രയും ഭൗതികനായ ശക്തനായ ഞാൻ ഒരു ദിവസം മരിക്കുമെന്ന ബോധം എനിക്കുള്ളത് കൊണ്ട് ഞാൻ ഭയന്നാണ് ജീവിക്കുന്നത്. ഭയം സർവ വിരുദ്ധ ചിന്തകളുടെ, നെഗറ്റീവ് ചിന്തകളുടെയും ഉറവിടമാണെന്നറിയാമല്ലോ. രോഗത്തിൻ്റെ കാരണവും ഭയമാണ്. അപ്പോൾ ഇവിടെ ഈ കഥയിലൂടെ, ഈ ആചാരത്തിലൂടെ, ഈ ചരിത്ര സംഭവത്തിലൂടെ ഗുരുക്കന്മാർ നമ്മെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ശക്തമായ ഭൗതിക ബോധത്തിൽ നിന്ന് ശരിക്കും അനന്തമായ അമരത്വത്തിലേക്ക് മാറണം. അതിന് ശ്രമങ്ങൾ നടത്താനായിട്ടാണ് ഗുരുക്കന്മാർ ഈ കഥ ചരിത്ര രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ആഘോഷമായി അവതരിപ്പിച്ചത്. ഇതിൽ ഈ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തുന്നത് ആരാ? വാമനൻ. ഇത് എവിടത്തേക്കാണ് ചവിട്ടിത്താഴ്ത്തുന്നത്? പാതാളത്തിൽ. എവിടെയായി ഈ പാതാളം? ഏകദേശം 12,000-13,000 കിലോമീറ്ററാണ് ഭൂമിയുടെ വ്യാസം. അപ്പോൾ ഒരറ്റത്ത് നിന്ന് കുഴിച്ചാൽ മറുവശത്ത് പോകില്ലേ, പിന്നെ എവിടെയാണ് ഇതിൽ പാതാളം? ഇവിടെ ഒരു സങ്കല്പമാണ്. പ്രാണൻ്റെ വിവിധ തലങ്ങളെയാണ് പാതാളം അല്ലെങ്കിൽ പാതാളം എന്ന് വിളിക്കുന്നത്. പ്രാണൻ്റെ തലത്തെ പിന്നെ മറ്റെന്ത് വിളിക്കാൻ പറ്റും? ഇല്ലേ? അതിന് വിവിധ തലങ്ങളുണ്ട്. യു ഹാവ് ഡിഫറെൻറ്റ് കൗണ്ട്ലെസ് ഡയമെൻഷൻസ് ഓഫ് ലൈഫ്. മനസ്സിന് എണ്ണിയാലൊടുങ്ങാത്ത തരം ഫ്രീക്വൻസികളുണ്ട്. ആൽഫ, ബീറ്റ, ഗാമ, തീറ്റ, ഇങ്ങനെ പോവുകയാണ്. മനുഷ്യൻ കണ്ടെത്തിയതാണ് ഇത്രയും. ഇപ്പോൾ പ്രാണൻ്റെ വിവിധ തലങ്ങളെയാണ് പാതാളം എന്ന് വിളിക്കുന്നത്. പിന്നെ വാമനൻ, വായുവിനെ മനനം ചെയ്യുന്ന പ്രക്രിയയാണ് വാമനൻ. വായു എന്ന് പറഞ്ഞാൽ ജീവവായു. നിങ്ങൾക്ക് ശ്വാസമില്ലെങ്കിൽ മനസ്സുണ്ടോ? ഇല്ല. മനസ്സില്ലെങ്കിൽ ജീവബോധമുണ്ടോ? അപ്പോൾ മനസ്സിനെ ചലിപ്പിക്കുന്നത് യഥാ മന തഥാ പ്രാണ. അപ്പോൾ പ്രാണൻ്റെ പ്രകടമായ തലം വായുവാണ്. ആ വായുവിനെ 3 തലങ്ങളായി നമുക്ക് നിർവചിക്കാം: ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. ഇത് 3 നമുക്ക് ഉണ്ടല്ലോ. ജാഗ്രതാവസ്ഥ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ജാഗ്രതയിലാണ്. പിന്നെ ഒരു പകുതി ഉറക്കത്തിൽ നമുക്ക് സ്വപ്നം കാണാം. അത് കഴിഞ്ഞാൽ അബോധാവസ്ഥയിലേക്ക് വീഴും. എല്ലാ മനുഷ്യർക്കും ഈ 3 അവസ്ഥയുമുണ്ട്. എന്നാലോ നിങ്ങളെ പ്രാണൻ്റെ വിവിധ തലങ്ങളെ, പാതാളങ്ങളെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്താൽ, ഏതുവഴി? പ്രാണായാമത്തിലൂടെ നിങ്ങൾക്ക് 4ാം തലം അതീന്ദ്രിയ ബോധാവസ്ഥ, തുര്യത്തിലേക്ക് എത്താം. ഈ ഒരു ആശയത്തെയാണ് വാമനൻ ഈ മഹാബലി എന്ന എൻ്റെ ഭൗതിക ബോധത്തെ അമർത്തുന്നത്. ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി തലങ്ങളെ അതിലംഘിച്ച് എനിക്ക് എൻ്റെ ആത്മീയതയിലേക്കുള്ളൊരു ഉണർവാണ് എൻ്റെ ഓണം. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ അങ്ങനെ ഈ ഭൗതികതയിൽ ഊന്നി നിൽക്കുമ്പോൾ, ഭൗതികത എപ്പോഴും സുഖ ദുഃഖ സമ്മിശ്രമാണ്, അല്ലേ? പകലുണ്ടെങ്കിൽ രാത്രി ഇല്ലേ? രാത്രി അവഗണിച്ചുകൊണ്ട് നമുക്ക് പകലിനെ സ്വീകരിക്കാൻ കഴിയുമോ? ഇല്ല. സുഖമില്ലാതെ ദുഃഖം തിരിച്ചറിയാൻ പറ്റുമോ? ദുഃഖമില്ലെങ്കിൽ സുഖത്തിന് എന്ത് പ്രസക്തി? നഷ്ടമില്ലാത്തവൻ എങ്ങനെ ലാഭം തിരിച്ചറിയാൻ കഴിയും? അപ്പോൾ ഇവിടെ ഈ വൈരുദ്ധ്യങ്ങളുടെ ഒരു ചേർച്ചയാണ് നമ്മുടെ ജീവിതം. ആ വൈരുദ്ധ്യങ്ങൾക്കപ്പുറത്തേക്ക് സമാവസ്ഥയിലേക്ക്, സമ്യക് സന്യാസാവസ്ഥയിലേക്ക് മനസ്സിനെ
നയിച്ച് മുക്തി നേടാനാണ് യഥാർത്ഥത്തിൽ ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ആഴങ്ങൾ അറിയാത്തവർ ആനുകാലികമായ പല സംഭവങ്ങളും ചേർത്ത് വച്ച് ഇതിനെ വികൃതമാക്കും. ഉദാഹരണത്തിന് ഈ ശിവപുരാണത്തിലൊക്കെ പല കഥകളുമുണ്ട്. എത്ര വൃത്തികെട്ട രീതിയിലാണ് നമ്മുടെ ഈ ശിവനെയും ചില സമയത്ത് ഹനുമാൻ്റെ ജനനമൊക്കെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അത് യുക്തിഭദ്രമാണെന്ന് തോന്നിയിട്ടുണ്ടോ? എന്തുകൊണ്ടെന്നാൽ ഈ മറുപടി പറയാൻ വിധിക്കപ്പെട്ട അല്ലെങ്കിൽ വേഷം ധരിച്ചിരിക്കുന്ന ആൾക്കാർ ഇവരോട് ചെന്ന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ ആത്മീയതയുടെ ആന്തരിക തലങ്ങൾ സിദ്ധിച്ചിട്ടില്ലാത്തവർ എന്തെങ്കിലും മറുപടിക്ക് വേണ്ടി ആനുകാലിക സംഭവങ്ങളോ അല്പലാഭത്തിനോ വേണ്ടി ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചൊരു കഥയും ഉണ്ടാക്കും. അങ്ങനെ വരുമ്പോഴാണ് കഥയിലെ കാര്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. ഇനിയെങ്കിലും നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ്റെ ദുഃഖനിവൃത്തി, ആത്യന്തികമായ ദുഃഖത്തിൽ നിന്നുള്ള ഒരു വിടുതൽ സുരനാകുക എന്നാണ്. അതായത് നമ്മുടെ ശരീരത്തിനുള്ളിൽ ഒരു മദ്യമുണ്ട്, അതാണ് അമൃത്. ആ അമൃത് അത് രുചിച്ചു കഴിഞ്ഞാൽ, ഏത് മാർഗത്തിലും അത് രുചിച്ചു കഴിഞ്ഞാൽ ആന്തരികമായ ആ സുര അതൊരു ലഹരിയാണ്, ആത്മലഹരി. അതങ്ങോട്ട് നമുക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞാൽ പിന്നീട് ദുഃഖം, മരണഭയം, നഷ്ടബോധം ഇതിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകും. പക്ഷേ ഇതൊന്നും നമ്മെ അലട്ടില്ല. എന്നാൽ സുഖവും നമ്മെ അഡിക്റ്റാക്കില്ല, അടിമപ്പെടുത്തില്ല. അതുകൊണ്ടാണ് ഭഗവത്ഗീത വ്യക്തമായി പറഞ്ഞത് സമ ശത്രൗച മിത്രൗച തഥാ മാന അപമാനയോ. ശത്രുവും മിത്രവും മാനവും അപമാനവും ഒരുപോലെ സമമായി നിയന്ത്രിക്കാൻ, കൈകാര്യം ചെയ്യാൻ കഴിയുന്നവനാണ് സ്വാമി. അപ്പം നമ്മുടെ ഉള്ളിൽ, എല്ലാവരുടെ ഉള്ളിലും ഒരു സ്വാമി ഒളിഞ്ഞിരിപ്പുണ്ട്. ആ സ്വാമിയെ പുറത്തെടുക്കാനുള്ള കഥാരൂപത്തിലുള്ള ചരിത്രപരമായ ഒരു ആഘോഷമാണ് നമ്മുടെ ഓണം. അതിലെ കഥാപാത്രങ്ങളെല്ലാം ഇതുപോലെ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങാനുള്ള മാധ്യമങ്ങളാണ്, അതിൻ്റെ പ്രതീകങ്ങളാണ്, മാർഗങ്ങളുടെ പ്രതീകങ്ങളാണ്. ഇതിലെ മഹാബലിയും വാമനനും 3 ചുവടും പാതാളവും ഇതെല്ലാം ആന്തരികമായ ആ അർത്ഥത്തെ തെളിയിക്കുന്നതാണ്. ആ തലത്തിൽ നാം ചിന്തിക്കണം, പഠിക്കണം. ഗുരുജി, അങ്ങനെയാണെങ്കിൽ ഈ മഹാബലിയുടെ കഥ നമുക്ക് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നൽകുന്ന സന്ദേശം എന്താണ്? ഇന്നത്തെ ഈ അവസ്ഥ ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ ഭൗതികമായി അല്ലെങ്കിൽ ആധുനിക ശാസ്ത്രം ഇനി വളരാൻ വലുതായിട്ടൊന്നുമില്ലല്ലോ. പുതിയ ഒരു മനുഷ്യനെ സൃഷ്ടിക്കാനുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അത് പലതും വെളിയിൽ വന്നിട്ടില്ല എന്നുള്ളേ ഉള്ളൂ. ഏജ്ലെസ് ബോഡി, അതായത് മരണമില്ലാത്ത ഒരു ശരീരത്തെ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എപ്പിജെനറ്റിക്സ്, നമ്മുടെ രോഗങ്ങളെ ഈ ജീൻ തലത്തിൽ തന്നെ, ജീനിൻ്റെ അതേ ആഴത്തിൽ പോയി അത് റെക്ടിഫൈ ചെയ്യാനുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആധുനിക ശാസ്ത്രം ഒരു വല്ലാത്ത ഉയരങ്ങളിലേക്കാണ് എത്തി നിൽക്കുന്നത്. പക്ഷേ ഇത്രയും ഉയരത്തിലെത്തിയ ആധുനിക മനുഷ്യൻ എപ്പോഴെങ്കിലും സ്വസ്ഥമായി ഹൃദയത്തിൽ നിന്ന് ഉള്ളറിഞ്ഞ് ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഭയം, നഷ്ടബോധം, പിന്നെ ശത്രു ഭയം, ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഇവൻ്റെ ഈ ഭൗതിക ബോധം നഷ്ടപ്പെടുന്നില്ല. അവൻ ഇപ്പോഴും അസുരനാണ്, ശക്തനാണ്, പക്ഷേ ആത്മബോധമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഈ കാലഘട്ടത്തിലാണ് ഈ പൗരാണിക കഥകളുടെയും ആചാര അനുഷ്ഠാനങ്ങളുടെയും ഉത്സവങ്ങളുടെയും പിന്നിലുള്ള ആത്മതത്വത്തെ ഉപയോഗിക്കേണ്ടത്. ഈ ആധുനിക മനുഷ്യൻ സ്ട്രെസ്ഡ്, സമ്മർദ്ദം, മനോസമ്മർദ്ദത്തിൽ ജീവിക്കുന്ന, ഭയന്ന് ജീവിക്കുന്ന ആധുനിക മനുഷ്യന് പരസ്പര വിശ്വാസവും സ്നേഹവും, ഉപാധികളില്ലാത്ത സ്നേഹവും ഭയരഹിതമായ ഒരു സന്തുഷ്ടമായ ജീവിതവുമാണ് വേണ്ടതെങ്കിൽ ഈ പൗരാണിക ആശയങ്ങളുടെ ആഴങ്ങളിലേക്ക് കഥയിലെ കാര്യത്തെ തിരിച്ചറിയേണ്ടതുണ്ട്. അതാണ് ആധുനിക മനുഷ്യന് വേണ്ടത്. ഇപ്പോഴാണ് നാം ഉൾക്കൊള്ളുന്ന ഈ ആധുനിക മനുഷ്യനാണ് ഓണം പോലുള്ള, നവരാത്രി പോലുള്ള, ഗണപതി ഉത്സവം പോലുള്ള ഈ പൗരാണിക ആശയങ്ങളുടെ എല്ലാം ആന്തരികമായ അർത്ഥത്തെ ആവശ്യമുള്ളത്. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള
മഹാബലി എന്ന ആസുരഭാവത്തെ ഇല്ലാതാക്കാൻ ഗുരുജിയുടെ വാക്കുകൾ സഹായിക്കുമെന്ന് കരുതുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നമസ്തേ. കാലം മറച്ചുപിടിച്ച ഭാരതീയ പൈതൃകത്തിന്റെ വിസ്മയങ്ങളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം. വരും തലമുറയ്ക്കായി നമ്മുടെ പൗരാണിക അറിവുകളുടെ ആഴം വെളിപ്പെടുത്തുകയാണ് ഭരതം എന്ന ഈ പരമ്പരയിലൂടെ. ഈ ശ്രമത്തിൽ പങ്കാളികളാകാൻ ഇന്റിമസി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഞങ്ങളുടെ ഊർജം.